അതിലെ കഥാപാത്രങ്ങൾ ചില അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ വെച്ചാണ് ഭരതനാട്യത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഗൃഹനാഥനായ ഭരതൻ നായർ, അദ്ദേഹത്തിൻ്റെതായ ചില സ്വഭാവ സവിശേഷതകളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട്. മൂത്ത മകൻ ശശിയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവിടുത്തെ അമ്പല കമ്മിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേറെയുമുണ്ട്. പിന്നെ ആ വീട്ടിലെ മറ്റ് കഥാപാത്രങ്ങൾ, ആ നാട്ടിൽ ശശിയുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ, കഥാപാത്രങ്ങളെ പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ് ഭരതനാട്യം. മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട മൊമെന്റിൽ തന്നെ നമുക്ക് റഫറൻസ് എന്ന പോലെ ഓർമ്മയിൽ വരുന്ന സിനിമയുണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെ ഒരു ഓർമ്മ പുതുക്കൽ സമ്മാനിക്കുന്ന സമയത്തും ഭരതനാട്യം ആ കാര്യങ്ങളെ എങ്ങനെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നതിലാണ് വിജയിക്കുന്നത്. ലൈറ്റ് ഫൺ മൂഡിലാണ് സിനിമ പോകുന്നത്. വൈകാരികമായ നിമിഷങ്ങളിലേക്ക് പോകുമ്പോഴും ആ മൂഡ് നിലനിർത്തി തന്നെ പോകുന്നതും കാണാം. ഓവറോൾ ഭരതനാട്യം കഥാപാത്രങ്ങളുടെ സ്വാഭാവികതയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചിരിക്കാനുള്ള രസമുള്ള ഒരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്. സൈജു കുറുപ്പാണ് മൂത്ത മകനായ ശശിയായിരുന്നത്. ഈ അടുത്ത കാലത്ത് വന്ന മലയാള സിനിമകളൊക്കെ നോക്കിയാൽ നമുക്കങ്ങനെ കാണാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് എന്നൂടെ പറയാം. മൂത്ത മകൻ, കുടുംബം നോക്കുന്ന മകൻ എന്ന നിലയിലൊക്കെ ഇടയ്ക്കെങ്കിലും സിനിമയിൽ മിസ് ചെയ്യുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഈ രീതിയിലുള്ളത്. സൈജു കുറുപ്പ് നല്ല രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. ശശി എന്ന കഥാപാത്രം കടന്നു പോകുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോഴും കൺട്രോൾഡായി, അതേസമയം ഹ്യൂമർ എലമെന്റ് കൊണ്ടുവന്ന് തന്നെ രസകരമായി ചെയ്തിട്ടുണ്ട്. ഭരതൻ നായരായിരുന്നത് സായികുമാറാണ്. ഈ ഒരു ഏജിൽ ചെയ്തതിൽ അദ്ദേഹത്തിന്റെ ഓർക്കപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാകും ഇത് എന്നതിൽ ഒരു തർക്കവുമില്ല. മുഖത്ത് കൊണ്ടുവരുന്ന മൈന്യൂട്ടായ എക്സ്പ്രഷൻസ് ഒക്കെ കൊണ്ട് സായികുമാർ ചിരിപ്പിക്കുന്നുണ്ട്. സിനിമയില് ഒരു മൊമെന്റിന് ശേഷമുള്ള സായികുമാർ വരുന്ന സീനുകളൊക്കെ പ്രകടനം കൊണ്ട് രസകരമായി തന്നെ പോയിട്ടുണ്ട്. കലാരഞ്ജനി കിടിലനായിരുന്നു. പ്രത്യേകിച്ച് ഈ അമർഷവും ദേഷ്യവും ഒക്കെ വരുന്ന സീനുകൾ തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അഭിറാം തന്റെ റോള് കിടിലനായി തന്നെ ചെയ്തിട്ടുണ്ട്. ശ്രീജ രവി, ദിവ്യ എം നായർ എന്നിവരും അവരുടെ റോളുകളോട് നീതി പുലർത്തിയിട്ടുണ്ട്. ജിവിൻ, ജിനിൽ എന്നിവരുടെ പ്രകടനവും കൊള്ളാം. ആ കാസ്റ്റിംഗ് തന്നെ രസമായിട്ട് തോന്നി. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആയേക്കാം എന്നതിനാൽ മുതിരുന്നില്ല. നന്ദു പൊതുവാൾ, സോഹൻ സീനുലാൽ, മണികണ്ഠൻ പട്ടാമ്പി, സ്വാതിദാസ് പ്രഭു തുടങ്ങിയവരും പ്രാധാന്യമുള്ള വേഷങ്ങളിൽ സിനിമയിലെത്തുന്നുണ്ട്. സിനിമയിൽ ഉടനീളം നോക്കിയാലും തമാശക്കായി എന്ന നിലയിൽ കഥാപാത്രങ്ങളെ കൊണ്ടുവരികയോ അതിനായി സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നതായും തോന്നിയില്ല. കഥയുടെ ഒഴുക്കിൽ തന്നെ ചേർന്ന് വരുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. തിരിച്ചറിവുകളും അബദ്ധങ്ങളും നിസ്സഹായതകളും ഒക്കെ അതുകൊണ്ട് തന്നെ ഒരു തമാശ ലേബിൾ തന്നെയാണ് സിനിമയിൽ ഉടനീളം പോകുന്നത്. പിന്നെ ഇതിലെ ഓരോ പ്രധാന കഥാപാത്രങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയും സാഹചര്യങ്ങളെ പരിഗണിക്കാനുള്ള സ്പേസ് കൂടെ സിനിമ നൽകുന്നുണ്ട്. ചെറിയ ചില സംഭവങ്ങൾ, മൊമെന്റ്സ് ഒക്കെയാണ് അതിനായി ഉപയോഗിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പശ്ചാത്തല സംഗീതം, ഛായാഗ്രഹണം എന്നിവയും സിനിമയിൽ പോസിറ്റീവായി തന്നെ അനുഭവപ്പെട്ട കാര്യങ്ങളാണ്. കുടുംബം അതിന്റെ അന്തസ്സ് എന്ന നിലയിൽ കാര്യങ്ങളെ കാണുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്, ജാതി സ്പിരിറ്റ്, വിശ്വാസവും അതിന്റെ മുതലെടുപ്പും തുടങ്ങിയ ചുറ്റുപാടുകൾ എന്ന കാര്യത്തെ പ്രധാന കഥയ്ക്കൊപ്പം കൃത്യമായി ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിക്കാനും ഭരതനാട്യത്തിന് സാധിക്കുന്നുണ്ട്. മിക്ക കഥാപാത്രങ്ങളെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതും ആ ഒരു റിയൽ ഫീലിൽ തന്നെ പോകുന്നത് കൊണ്ട് തന്നെ തമാശകളും കുറച്ചുകൂടെ കൂടുതൽ രസകരമാവുന്നുണ്ട്. പേരിൽ നാട്യമുണ്ടെങ്കിലും കഥയ്ക്കുള്ളിൽ അങ്ങനെ നാട്യങ്ങൾ കൊണ്ടുവരാതെ കഥ പറയുന്നു എന്നതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. മൊത്തത്തിൽ നോക്കിയാൽ പ്രധാന കഥയെ തന്നെ ഫോക്കസ് ചെയ്ത് അതിലെ തമാശകളൊക്കെ നന്നായി കൊണ്ടുവന്ന വൈകാരികമായി കൂടെ ആ സ്പേസിനെ പരിഗണിക്കുന്ന ഒരു കാഴ്ച. നമ്മൾ മുന്നേ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥ അവതരിപ്പിക്കുമ്പോഴും അതിന്റെ ട്രീറ്റ്മെന്റിൽ സംവിധായകൻ വിജയിക്കുന്നുണ്ട്. ആദ്യ സംവിധാന സംരംഭത്തിലൂടെ കൃഷ്ണദാസ് മുരളി പ്രതീക്ഷ നൽകുന്നു. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.